ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. മക്കളെ, ഞാൻ ഇന്നേ വീട്ടിൽ കല്യാണമാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് അതിന്റെ തിരക്കിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ ഇന്ന് ശരിക്കും സൽക്കാരമാണ്. ഫസ്റ്റ് തറവാട്ടിലാണ് സൽക്കാരം വേണ്ടത്. പെങ്ങളെ മോളെ കല്യാണമായിരുന്നു. പക്ഷേ കൂലി എന്ന് പറഞ്ഞിട്ട് പേര് കൂലി എന്നാണ് ഇട്ടിരിക്കുന്നത്. തലൈവർ 171ന്റെ ടീസർ വന്നിട്ടുണ്ട്. 3 മിനിറ്റിലധികം ഉള്ള ടീസറാണ്. ലോകേഷ് ആണ്. എന്ത് മാജിക് ആണ് ഇതിൽ കാണിച്ചിരിക്കണമെന്ന് അറിയില്ല. സോ ഒരു ഡാർക്ക് വില്ലനായിട്ട് നമ്മുടെ തലവരെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഈ കാർ എടുത്ത് മുങ്ങിക്കൊണ്ട് ഈ സംഭവം ചെയ്യാണ്. അത് കാത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. നാളേക്കൊന്നും കാത്തിരിക്കാൻ വയ്യ. അപ്പൊ സംഭവം ഇപ്പൊ തന്നെ എടുക്കുക, നമുക്ക് സംഗതി കാണുക. സോ എന്തെങ്കിലും വണ്ടികൾ പോകുന്ന ലൈറ്റും പരിപാടികളും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കാരണം നല്ല മെയിൻ റോഡിൽ ഒരു സൈഡിൽ നിന്നിട്ടാണ് കാണുന്നത്. ലെറ്റ്സ് വാച്ച്. റെഡി. സൺ പിക്ചേഴ്സ് ഓഫ് കോഴ്സ്. സ്വർണം തന്നെ, നമ്മൾ പറഞ്ഞ സംഭവം തന്നെ. കലാനിധിമാരൻ. ഓ, എന്താടാ, എത്രടാ. சொல்லு. ஒருத்தன் போர்ட் செக்யூரிட்டி பிரீச் பண்ணிட்டு உள்ள வந்துட்டு இருக்கான். பொருள்லாம் பத்திரம். ഓ, ഇതാണ് കയ്യിൽ കാണിക്കണല്ലേ. Man. $171 എഴുതിയിട്ടാണ്. അനിരുദ്ധ്. സൂപ്പർ സ്റ്റാർ രജനി. എന്താ ബീറ്റമ്പോ. அப்பாவும் தாத்தாவும் வந்தார்கள் போனார்கள். தப்பென்ன சரியென்ன எப்போதும் விளையாடு. அட பாவி என்பார்கள், தப்பாக நினைக்காத. எப்பாதே போனாலும் இன்பத்தை தள்ளாத. இந்த அம்மோ. சோறுண்டு, சுகமுண்டு, மது உண்டு, மாது உண்டு, மனமுண்டு என்றால சொர்க்கத்தில் இடமுண்டு. போடா. പൊളി പൊളി. കൂലി. കന്നഡ തെലുങ്കോ. കൂലി. என்னடா நடக்குதுங்க? ஒருத்தன் கூட போன் எடுக்க மாட்டீங்க. உள்ள வந்து அவனை முடிச்சிங்களா இல்லையா? അടിപൊളി സ്മൈൽ. முடிச்சிடலாமா? എന്റെ പൊന്നോ. ഷൂട്ട്. എന്റെ പൊന്നേ, എന്താ സാധനം. കുറെ വണ്ടികളോട് പോകുന്നുണ്ട്. അതിന്റെ ഡിസ്റ്റർബൻസ് എത്ര മാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എത്ര ആരൊക്കെ ഡിസ്റ്റർബ് ചെയ്താലും തലൈവർ 171 അത് കണ്ടിരിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പൊളി സാധനം. 3 മിനിറ്റ് 3.5 മിനിറ്റ് നേരമുള്ള ടീസർ. എന്താ പൊളി. ഇതാണ് ലോകേഷ്. ഈസ് ലോകേഷ്. എന്തൊക്കെ പറഞ്ഞാലും സി ലോകേഷിന്റെ നമ്മള് ആദ്യം മുതലുള്ള സിനിമയിൽ ഒരുപക്ഷെ മാനഗരം മുതലാണെങ്കിലും പുള്ളിന്റെ ശ്രമം അങ്ങനെയാണ്. അത്തരത്തിലുള്ള സാധനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ വന്ന എല്ലാ സിനിമകളും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ലോകേഷ് സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റും പരിപാടികളും അത് തന്നെയാണ്. അത് രജനീകാന്ത് സ്റ്റൈലിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. പുള്ളിന്റെ സ്മൈല് മുതൽ ചിരി കണ്ടില്ലേ, ചിരി, സ്റ്റൈൽ, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി എന്ത് പൊളിയാണ് അല്ലെ. താത്താവും എന്താ അപ്പാവോ.
വந்தாർകൾ പോയാർകൾ എന്നോ അങ്ങനെ അങ്ങനൊരു സംഭവം അവിടെ മുതലങ്ങൾ തുടങ്ങിയിട്ട് കിടിലൻ സാധനം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താ പറയാ ഈ ലിയോ എന്ന് പറഞ്ഞ സിനിമ മറ്റേ എന്താണ് എന്തൊരു വയലൻസ് ആണ് അതിൽ നിന്ന് എടുത്ത പോലെ ആ ഒരു അതിൽ നിന്ന് എന്താ പറയാ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത പോലെ ഇൻസ്പിറേഷൻ അല്ല ശരിക്കും പക്കാ സാധനം തന്നെ കുറച്ച് മാറ്റി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഒരു ഹോളിവുഡ് സിനിമയാണ് ഇതെന്ന്. ആ സിനിമയുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അതിന്റെ സ്റ്റോറി ഇതായിരുന്നു: ഒരു ദിവസം അമേരിക്കൻ ഗവൺമെന്റ് ആണ് തോന്നുന്നു എല്ലാ വിധത്തിലുള്ള ഇങ്ങനത്തെ ഇല്ലീഗൽ പരിപാടികൾക്കുള്ള അനുവാദം കൊടുക്കുകയും ആ ഒരു രാത്രി നടന്നിട്ടുള്ള സംഭവങ്ങളും അതിനെ ആസ്പദമാക്കിയിട്ടാണെന്ന്. കൂടുതലായിട്ടും പറയുന്നില്ല, സ്പോയിലറായി പോകും. സോ സിനിമ കണ്ടിട്ടുള്ള ആളുകളുണ്ട്, അതിന്റെ പേര് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. സോ അത് തമിഴിലേക്ക് മാറി ഒരു ലോക്കേഷ് സ്റ്റൈലിൽ വരുമ്പോൾ, രജനി അതിൽ നായകനായിട്ട് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള മൊത്തം സാധനം ഉണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ കാറിൽ ഇത് ചെയ്യാൻ ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ട്. ഈ ലൈറ്റ് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ട് ഇതിൽ വരുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു, കാരണം ഇപ്പം കണ്ടു. എന്നാലും വെറുതെ അല്ല സീക്രട്ട് ഏജന്റ് ഇതിൽ നിന്ന് ഇറങ്ങാത്ത. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. അധികം നേരത്തിൽ ഇരുന്നാലും വീട്ടിലെത്തി കഴിഞ്ഞാൽ പരിപാടി കുളാവും. സാധനങ്ങളൊക്കെ ഇതിലാണ്. താഴെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, അതാണ് പൊറാട്ട പത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. സോ അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ടാറ്റാ.